Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ. 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 കഴിഞ്ഞ നൈറ്റ് വിജിലുകളിലൂടെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഏതാനും പേരുടെ സാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളിൽ നമുക്കും വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതേ, കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അനേകരെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ശുശ്രൂഷയിലൂടെ. ഇന്ന് നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കും. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വലിയ തീഷ്ണതയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ നിയോഗങ്ങൾ മാത്രമല്ല, ലോകം മുഴുവന് വേണ്ടി ഉള്ള ഈ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കുചേരുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിൻ്റെ പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിലൂടെ കർത്താവ് തൻ്റെ വീര്യപ്രവൃത്തികൾ ചെയ്തതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ കേൾക്കാൻ പോകുന്നത്. സങ്കീർത്തന പുസ്തകം 100-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം കർത്താവ് പറയുകയാണ്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുന്ന് തലമുറകൾ തോറും അവിടുന്ന് വിശ്വസ്തത പാലിക്കുന്നു, എല്ലാ തലമുറകളോടും അവിടുന്ന് വിശ്വസ്തത പാലിക്കുന്നു. സ്നേഹമുള്ളവരെ, ഏതെങ്കിലും ഒരു വ്യക്തി നല്ലവനാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ തലമുറ തോറും ശാശ്വതമായും കാരുണ്യം കാണിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്ന നമ്മുടെ നല്ല ദൈവം, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം ഇന്നും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും അവിടുന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഈ അനുഭവ സാക്ഷികൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതേറെ നിർത്തി ഹല്ലേലൂയ. 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 അതുകൊണ്ട് പരസ്പരം ഒന്ന് പറയാമോ, കർത്താവ് നല്ലവനാണെന്ന് പുഞ്ചിരിയോടെ ഒന്ന് പറയാം. കർത്താവ് നല്ലവനാണ്, അവിടുന്ന് നമ്മോട് കാരുണ്യം കാണിക്കും. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നിയമം പോലും, ഗവൺമെന്റിന്റെ നിയമം പോലും മാറ്റിമറച്ച ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മൾ ആദ്യമേ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ഈ കത്ത് ലണ്ടനിൽ നിന്നും ശ്രീജ എന്ന ഒരു സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. യേശുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം ടീം, ഞാൻ 8 വർഷമായി ലണ്ടനിൽ ജീവിക്കുന്നു. 2012 ഞാൻ ഇവിടുത്തെ സ്ഥിര താമസത്തിന് വേണ്ടി അപേക്ഷിച്ചു. എൻ്റെ അപേക്ഷ ഒരു പ്രാവശ്യം റിജക്റ്റായി. അപ്പോൾ ഞാൻ നൈറ്റ് വിജിലിൽ പ്രാർത്ഥനാ സഹായം തേടി. അതിൻ്റെ ഫലമായി എനിക്ക് 2013 പെർമനന്റ് റെസിഡൻസ് വിസ കിട്ടി. അതിൻ്റെ ഫലമായി എനിക്ക് 2013 PR കിട്ടി. അതുപോലെ 2006 കരിയർ വിസയിൽ ഞാൻ വന്നതിന് ശേഷം അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്തു. പല കാരണങ്ങളാൽ NMC എൻ്റെ അഡാപ്റ്റേഷൻ കോഴ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ നിന്ന വിസ ഇൻവാലിഡായി. തിരിച്ച് നാട്ടിൽ പോയിക്കൊള്ളുവാൻ എന്നോട് ഇവിടുത്തെ ഹോം ഓഫീസുകാർ പറഞ്ഞു. പക്ഷേ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഇതിനിടയിൽ ഷാലോമിലെ നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പ്രാർത്ഥനയുടെ ഫലമായി ഇവിടുത്തെ ഒരു നിയമം ദൈവം മാറ്റി. വർക്ക് പെർമിറ്റിൽ നിലനിൽക്കുന്നവർക്ക് എംപ്ലോയറെ ചേഞ്ച് ചെയ്യാമെന്നാണ് ആ നിയമം. എന്നോട് ഇൻവാലിഡ് ആണെന്നും 13 ദിവസത്തിനകം UK വിടണമെന്നും പറഞ്ഞ അതേ വിസയിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച ഒരു എംപ്ലോയർ ചേഞ്ചിന് ഞാൻ അപേക്ഷിച്ചു. എനിക്ക് കിട്ടില്ല എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഹോം ഓഫീസ് പുതിയ വിസ അനുവദിച്ചു. പഴയ വിസയുടെ കാലാവധി കൂടെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സ്ഥിര താമസത്തിനുള്ള PR വരെ എൻ്റെ ദൈവം അനുവദിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷാലോം ടീമിനെ വളരെയധികം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ദൈവത്തിനും നന്ദി അറിയിക്കുകയാണ്. ശ്രീജ ബിജു UK നിന്നും അയച്ചിരിക്കുന്ന കത്താണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം
ദൈവം എത്ര വിദൂരങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിലും നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് എന്ന് ഈ അനുഭവ സാക്ഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതം നൽകിയ പ്രത്യേകിച്ച് ഈ അനുഭവ സാക്ഷ്യം ലണ്ടനിലായിരുന്ന ഈ സഹോദരിയുടെ, കാരണം 13 ദിവസത്തിനകം നാട് വിട്ടുകൊള്ളാൻ അവർ ആവശ്യപ്പെട്ടുവെങ്കിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം പോലും മാറ്റിമറിക്കുവാനും അതിലൂടെ തന്നെ ഇവള എല്ലാ വ്യക്തികളും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ട് പോലും ഈ സഹോദര പ്രാർത്ഥന കേട്ടുകൊണ്ട് ഈ മകളെ അനുഗ്രഹിച്ച ദൈവത്തിന് കരങ്ങൾ ഉയർത്തി നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശ്വരൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശ്വരൻ കൂടെയുള്ളതാ. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മൾ ഇതുപോലെ തത്തുല്യമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും, വിസ സംബന്ധമായ അല്ലെങ്കിൽ ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരെല്ലാവരും ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ് കർത്താവ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മെ ഓർപ്പിച്ചത്. വീണ്ടും അടുത്ത കത്ത് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാന ഭാരം കർത്താവ് എടുത്തു മാറ്റി, കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അമേരിക്കയിൽ നിന്ന് തന്നെ ജോർജ് ജോസഫ് എന്ന ഒരു സഹോദരൻ തൻ്റെ മകന് വേണ്ടി മകൻ്റെ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവസാനം നിരാശപ്പെട്ടിരുന്ന സമയങ്ങളിൽ നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മകൻ്റെ കുടുംബത്തിൽ ഇടപെട്ട ഒരു സാക്ഷ്യമാണ് നാം വായിച്ചു കേൾക്കുക. ഞങ്ങൾ കുടുംബമായി അമേരിക്കയിലാണ് താമസം. 2011 മുതൽ മകൻ്റെ കല്യാണ ആലോചന തുടങ്ങിയതാണ്. പല പ്രാവശ്യം കല്യാണത്തിനായി കേരളത്തിൽ എത്തി, പക്ഷേ ഒന്നും നടന്നില്ല. എല്ലാം പറഞ്ഞ് ഫോട്ടോയും കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഓരോ പ്രാവശ്യവും പോയിരുന്നത് എങ്കിലും ഓരോ തടസ്സങ്ങളുണ്ടായി. അവസാനം 2012 മെയ്യിൽ പോകാൻ സമയം മകൻ പറഞ്ഞു, ഇതും ശരിയായില്ലെങ്കിൽ ഇനി കേരളത്തിൽ നിന്നും വിവാഹമില്ല എന്ന്. ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും വിവാഹം വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മകനും പപ്പായും കൂടി ഇന്ത്യക്ക് പോയി. ഞാൻ മെയ് മാസത്തിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം നടന്നില്ല എങ്കിലും പെട്ടെന്ന് മറ്റൊരു വിവാഹാലോചന കടന്നു വരികയും അത് ശരിയാവുകയും വിവാഹം മംഗളമായി നടത്തുവാനും കർത്താവ് കൃപ ചെയ്തു. മരുമകളുടെ എല്ലാ പേപ്പറും ശരിയായി ഇവിടെ എത്തി. 2014 ജനുവരിയിൽ ഹോസ്പിറ്റലിൽ ജോലിയും ശരിയായി. എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥിച്ച ശാലോം ടീമിനും ദൈവത്തിനും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും ജോർജും കുടുംബമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ജോർജ് ചേട്ടൻ്റെ ഫാമിലിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, തമ്പുരാൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ചുകൊണ്ട് പാട്ടുപാടി നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ശുഭദിനമാഗതമാകും, എല്ലാ പ്രതികൂലങ്ങളും മാറും. ശുഭദിനമാഗതമാകും, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, സ്നേഹമുള്ളവരെ, വിവാഹ സംബന്ധമായി നാളുകളായി വേദന അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ സമൂഹത്തിലുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളും തങ്ങളുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണുനീരോടെ ഈ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നതാണ് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. വീണ്ടും മറ്റൊരു കത്ത് നമുക്ക് വായിക്കാം.
മാറി മാറി ചികിത്സ ചെയ്തിട്ടും വിട്ടുമാറാത്ത ഒരു കുട്ടിയുടെ രോഗത്തിൻ്റെ മേഖലകളിൽ ഒരു അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇടപെട്ട ഒരു ജീവിത സാക്ഷ്യമാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും ഒരു സഹോദരൻ എഴുതിയ അലസ് കെ ബാബുവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എഴുതുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ്. എൻ്റെ കുഞ്ഞിന് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും പനിയും കഫക്കെട്ടും ശ്വാസം മുട്ടലും വരുമായിരുന്നു. ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും കൊടുത്തു. യാതൊരു കുറവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ യേശുവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മരുന്ന് വാങ്ങിക്കുന്ന പൈസ ദശാംശമായി ശാലോമിലേക്ക് അയച്ചു തന്നേക്കാം, എൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ മാറ്റിത്തരണമേ എന്നാണ് ഈ സഹോദരി പ്രാർത്ഥിച്ചത്. 2012 മാർച്ച് മാസം മുതൽ മോൻ്റെ പേരിൽ ശാലോമിലേക്ക് പൈസ അയച്ചു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ 2 വർഷമാകുന്നു. പിന്നീട് ഒരിക്കലും ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടില്ല. കൂടാതെ 2013 ഫെബ്രുവരി മാസത്തിൽ നൈറ്റ് വിജിൽ കൂടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡൽഹിയിൽ പുതിയ സ്ഥലത്ത് പഴയതിലും നല്ല സാലറിയിൽ ജോലി തന്ന ദൈവം അനുഗ്രഹിച്ചു. 2011 നവംബർ മുതൽ ഹസ്ബൻഡിൻ്റെ പേരിൽ ദശാംശം അയക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ കൊടുക്കുന്നതിലും 10 മടങ്ങായി സാമ്പത്തികമായി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞ് പാട്ടുപാടി തമ്പുരാൻ നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം. സ്നേഹമുള്ളവരെ, തൻ്റെ കുഞ്ഞിൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി ആ സഹോദരൻ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി തൻ്റെ സമ്പത്ത്, ഈ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പണം കൊടുക്കാമെന്ന് അവർ നേർച്ച നേർന്നു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ സമ്പത്ത് പങ്കുവെച്ച് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരിയുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിയും 2 വർഷമായിട്ട് ഈ അസുഖം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മളും വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, നന്മ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലെ ജോലിയിൽ ഉയർച്ച നൽകി കൊടുക്കുന്നതിലും 10 മടങ്ങായി കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചുവെന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മളും പ്രാർത്ഥിക്കണം. രോഗത്താൽ, നിരന്തരമായ പ്രശ്നങ്ങളാലെല്ലാം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരും തങ്ങളുടെ വേദനകൾ ഈ സാക്ഷ്യം കേട്ട് ഇതുപോലുള്ള വേദനകൾ, രോഗപീഠകളെല്ലാം കർത്താവിന് മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിശ്ചയമായും ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 100-ാം സങ്കീർത്തനം കേട്ടു, കർത്താവ് നല്ലവൻ തന്നെയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സമയങ്ങൾ മുഴുവനും നമ്മൾ ചില കത്തുകൾ വായിച്ച് ദൈവം നൽകിയ അനുഭവങ്ങൾ, കർത്താവിന്നും പ്രവർത്തിക്കുന്നു എന്നുള്ള അനുഭവങ്ങൾ കേൾക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ദൈവം ഒരു കുടുംബത്തിൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് അവരുടെ മാനുഷിക ബുദ്ധിയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ കുടുംബത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ വിവരണം ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു ജോസഫ് ഏട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ജോസഫ് ഏട്ടനെ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. ഈ ജോസഫ് ഏട്ടൻ്റെ ജീവിതാനുഭവത്തിൽ കർത്താവ് ഇടപെട്ട വഴികൾ, കാര്യങ്ങളെക്കുറിച്ച് ജോസഫ് ഏട്ടനിൽ നിന്ന് നമുക്ക് കേൾക്കാവുന്നതാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ എൻ്റെ പേര് PA ജോസഫ്, ജോൺകുട്ടി എന്ന് വിളിക്കുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ചാഞ്ഞോടി ഇടവക്കാരനാണ് ഞാൻ. എനിക്ക് വായയുടെ വലതുവശത്ത് അകത്തായിട്ടൊരു മഴയുണ്ടായിരുന്നു. 3-4 ആശുപത്രികളിൽ, അത് കാരിത്താസ്, ചുറ്റിപ്പുഴ, പുഷ്പഗിരി ഹോസ്പിറ്റലിലൊക്കെ ചെന്നു. പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അവസാനം ജൂലൈ 1-ാം തീയതി ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ക്യാൻസറാണെന്ന്, ഓപ്പറേഷൻ ചെയ്തപ്പോഴേ ക്യാൻസറാണെന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് 4 ദിവസത്തിന് മുമ്പായിട്ട് വന്നു. പെട്ടെന്ന് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അന്ന് തന്നെ കാരിത്താസ് ആശുപത്രിയിൽ പോയി. കാരിത്താസ് ആശുപത്രിയിലെ അന്ന് തന്നെ CT സ്കാനും MRI എടുത്തു.
ഉടനെ ഒരു ഓപ്പറേഷനാണ്, ഒരു ഓങ്കോളജി ഓപ്പറേഷൻ ചെയ്താലേ ഇത് ശരിയാകത്തുള്ളൂ, അങ്ങനെ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് ആ ആഴ്ചയിൽ, അതായത് ജൂലൈ 5-ാം തീയതിയുള്ള നൈറ്റ് വിജിലിൽ ഞാനും എൻ്റെ കുടുംബം മുഴുവനും എൻ്റെ സഹോദരികളും എല്ലാം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം ജൂലൈ 14-ാം തീയതി നടന്ന ഒരു ഓങ്കോളജി സർജറിയിൽ അത് ബയോപ്സിക്ക് അയച്ചിട്ട് എനിക്ക് അസുഖമൊന്നും അതിൽ ക്യാൻസറിൻ്റെ അസുഖം ഇല്ല. തന്നെയല്ല, അത് കഴിഞ്ഞപ്പോൾ 6 മാസത്തിനിടയിൽ തിരുവനന്തപുരം RCCയിലും കോട്ടയം കാരിത്താസിലും 6 പ്രാവശ്യം ചെക്കപ്പ് നടത്തി, ഒരു CT സ്കാൻ ചെയ്തു. എനിക്കിപ്പോൾ രോഗമില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ, നന്ദി യേശുവേ, സ്തോത്രം. സ്നേഹമുള്ളവരെ, ജോസഫ് ഏട്ടൻ്റെ അധരത്തിലൂടെ തന്നെ നിങ്ങൾ ഈ ജീവിത സാക്ഷ്യം കേട്ടു. ജോസഫ് ഏട്ടന് 3 ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് ചെയ്തതിൻ്റെ ചീട്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ക്യാൻസർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം RCCയിൽ നിന്ന്, കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന്, പുഷ്പരി മെഡിക്കൽ കോളേജിൽ നിന്ന്, ഈ 3 ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തി അവർ സർട്ടിഫിക്കറ്റ് നടത്തിയിരുന്നു. എന്നാൽ നൈറ്റ് വിജിലിൽ ഒരു ആരാധനയുടെ സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഭാര്യയും ബന്ധുക്കളും എല്ലാം ഒന്നു ചേർന്ന് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് സമയത്ത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ അംശമേ ഇല്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് എങ്ങനെയാണ് നന്ദി പറയാതിരിക്കാൻ പറ്റുക? ജീവിതാനുഭവമാണ് കേട്ടത്. കർത്താവ് ഇന്ന് നമുക്ക് കർത്താവ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ നൽകിയ അത്ഭുത സാക്ഷ്യം, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും പ്രത്യേകിച്ച് ദൈവം നൽകിയ ഈ നന്മയെ ഓർത്തുകൊണ്ട് ഇങ്ങനെയുള്ള തത്തുല്യമായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കണ്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കണ്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സ്നേഹമുള്ളവരെ, ഈ രാത്രി ആരാധനയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. എൻ്റെ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്തുവാനും എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിയുമെന്നുള്ള ജീവിത അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും കേട്ടത്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ, ഈ സഹോദരൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റ് കത്തുകൾ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിവുണ്ട്. വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റുവാനും കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ മാറ്റുവാനും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളുടെ മേൽ പോലും ദൈവത്തിന് ഇടപെടുവാൻ സാധിക്കുമെന്നും ഭൗതികമായി സാലറിയിൽ വർധനവ് നൽകുവാനും ഭൗതികമായി പോലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഒരിക്കൽ കൂടി 2 കരങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. നിങ്ങൾ ഇതുപോലെയുള്ള പല രീതിയിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഈ കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവം നമുക്കും ഇതുപോലെ ചെയ്യും, നമ്മുടെ കുടുംബത്തിലും ഇതുപോലെ ചെയ്യുമെന്നുള്ള ബോധ്യം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് യേശുവിനെ സ്തുതിക്കട്ടെ. കുടുംബങ്ങളിലായിരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കണ്ടാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ്
നമ്മൾ ലോകം മുഴുവനും വേണ്ടിയും സുവിശേഷം അറിയുവാൻ വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്ത് സുവിശേഷം എത്തുക എന്നുള്ളത് ഈശോയുടെ വലിയൊരു ആഗ്രഹമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും ഈ പ്രാർത്ഥനയിലും നിങ്ങളും കുടുംബങ്ങളിലായിരിക്കുന്നവർ കുടുംബങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ ഈ പ്രാർത്ഥന ഒന്നിച്ച് ചെല്ലുമ്പോൾ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിനെ നമുക്ക് കാണാം. അനുഗ്രഹം ചൊരിയുന്ന മാരക രോഗത്തെ പോലും ഇന്നും സൗഖ്യപ്പെടുത്തുവാൻ തക്ക തരത്തിൽ ശക്തിയുള്ള നല്ലവനായ ഒരു ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഹൃദയം കൊടുത്തുകൊണ്ട് ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ നാമത്തെ അറിയുവാൻ ഇടവരുത്തണമേ. ലോകം മുഴുവനും യേശുവിനെ അറിഞ്ഞ് രക്ഷ പ്രാപിക്കുവാൻ ഇടവരുത്തണമേ. കർത്താവായ യേശുവേ, ലോകം മുഴുവന്റെയും മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് അങ്ങയുടെ നാമം അറിയുവാനും അതുവഴി രക്ഷ പ്രാപിക്കുവാനും ധാരാളം സുവിശേഷ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ. യേശു നാമത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ സഭാ മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ സമർപ്പിതർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ അവരെ ഉണർത്തണമേ. എല്ലാ ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അഭിഷേകമുള്ള വേലക്കാരെ വയലുകളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിന്മയിൽ നിന്ന് കാത്തുകൊള്ളണമേ. സഭാപിതാക്കന്മാരെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ ലോകം മുഴുവനെയും വിശ്വാസത്തിലൊന്ന് കണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയും കർദിനാൾ സംഘത്തെയും മറ്റെല്ലാ സഭാ അധികാരികളെയും സമർപ്പിതരെയും സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ആത്മായ പ്രേക്ഷിതരെയും വിശ്വാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ അതിർത്തികൾ വരെയും എത്തുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവിന്റെ നാമം വിളിക്കാം. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സഭയെ ഉണർത്തണമേ, സഭയെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ദൈവവചനത്തിന്റെ എല്ലാ വിലങ്ങുകളും യേശുനാമത്തിൽ തകരട്ടെ. ദൈവവചനം കടന്നു ചെല്ലുന്നതിന് എതിർ നിൽക്കുന്ന എല്ലാ എതിർ അരൂപികളും യേശുനാമത്തിൽ തകരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.
കരങ്ങളും ഒന്ന് കോർത്തു പിടിക്കാം. സ്നേഹമുള്ളവരെ, ഒരു നിമിഷം ശാലോമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ലോക സുവിശേഷവൽക്കരണത്തിന് ഈ നാളുകളിൽ കർത്താവ് ശാലോമിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഏറ്റുചൊല്ലി ഐക്യത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ലോകത്തില് അങ്ങയുടെ വചനം എത്തിക്കുവാൻ സഭയില് അങ്ങ് ഉയർത്തിയ ശാലോമിനെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം മിനിസ്ട്രിയെ വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്ത് ഉയർത്തണമേ, ഉയർത്തണമേ. കർത്താവായ യേശുവേ, ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷം എത്തിക്കുവാൻ, സുവിശേഷം എത്തിക്കുവാൻ ശാലോമിനെ അവിടുന്ന് വീണ്ടും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൽ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം വേൾഡിന് വേണ്ടി അമേരിക്കയിൽ നിന്നും ആരംഭിക്കാനിരിക്കുന്ന ഇംഗ്ലീഷ് ചാനലിന് വേണ്ടി, ശാലോം വേൾഡ് ചാനലിന് വേണ്ടി അതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവനെയും വചനമെത്തിക്കുവാൻ ശാലോം വേൾഡിനെ അനുഗ്രഹിക്കണമേ. ആ ചാനലിനെ അങ്ങയുടെ തിരുരക്തത്താൽ ഒതുങ്ങി സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോമിന്റെ നേതൃത്വത്തിന് വേണ്ടി, നേതൃത്വത്തിന് വേണ്ടി, എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും ശാലോം ശുശ്രൂഷകരെ കാത്തുകൊള്ളണമേ. അവിടുത്തെ തിരുരക്തത്താൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. പുതിയ അഭിഷേകത്താൽ അവരെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയേ, 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 പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ശാലോം ടെലിവിഷനെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ യേശുവേ, ശാലോം മാസികയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം മാസികയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശാലോം മാസികയുടെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് പതിപ്പുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഓരോ വായനക്കാരെയും അങ്ങയുടെ സ്വന്തമാക്കണമേ. ശാലോമിന്റെ
സൺഡേ ശാലോമിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, സോഫിയ ബുക്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ. കർത്താവായ യേശുവേ, ശാലോമിന്റെ മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രിക്ക് വേണ്ടി ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശുവേ, ശാലോമിനെ അങ്ങയുടെ സ്വന്തമായി കാണണമേ. കർത്താവായ യേശുവേ, പുതിയതായി ശാലോം ആരംഭിക്കുന്ന ഹോസ്പിറ്റൽ മിനിസ്ട്രിയെ അവിടുന്ന് നയിക്കണമേ. അവിടുന്ന് വഴി നടത്തണമേ. ശാലോമിനെ സഹായിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവായ യേശുവേ, ശാലോമിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ശാലോം കുടുംബത്തെയും ശാലോം മുഴുവനെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്താം. അതുപോലെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. തിരുസഭ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വരം ഉയർത്തിക്കൊണ്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ പിതാവിന്റെ പക്കലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധന. നമുക്ക് ശാന്തമായിരിക്കാം.